നമസ്കാരം. മലയാളികൾക്ക് സ്വർണത്തോടുള്ള താല്പര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഉത്സവത്തിനും ആഘോഷത്തിനും വിവാഹത്തിനും അങ്ങനെ ചടങ്ങുകൾക്കെല്ലാം സ്വർണം വാങ്ങുന്ന പതിവ് മലയാളികൾക്കുണ്ട്. മുൻപ് ഒരു പവൻ സ്വർണം വാങ്ങുക എന്നത് അത്ര ശ്രമകരമായിരുന്നില്ല. വെറും 25,000 രൂപയ്ക്ക് ഒരു പവൻ വാങ്ങിയ കാലം മലയാളികൾക്കുണ്ട്. ഇനി അങ്ങനെ ഒരു കാലം സ്വപ്നത്തിൽ പോലും മലയാളികൾക്ക് ചിന്തിക്കാനാകില്ല. 2008 കാലഘട്ടത്തിലാണ് സ്വർണത്തിന് ഒരു പവന് 25,000 രൂപ ഉണ്ടായിരുന്നത്. അന്ന് ഒരു ഡോളറിനെതിരെ 39 മുതൽ 40 ആയിരുന്നു രൂപയുടെ മൂല്യം. കൂടാതെ ആഗോള വിപണിയിൽ ഒരു ട്രായ് ഔൺസിന് സ്വർണത്തിന്റെ വില $1000 താഴെയായിരുന്നു. ഇന്ത്യയുടെ പണപ്പെരുപ്പ് ഒറ്റക്കത്തിൽ ഒതുങ്ങി നിന്ന സമയം കൂടിയായിരുന്നു ഇത്. 2013 ഒരു പവൻ സ്വർണത്തിന് വില 35,000 കടക്കുന്നത്. 2019 ഇത് 60,000 എത്തി. 2025 ഡിസംബർ 1 വരെ ഇതേ 8 ഗ്രാം 22,000 സ്വർണത്തിന്, അതായത് 95,200 ആയിരുന്നു അതിന്റെ വില. അതായത് 2008 മുതൽ ഇതുവരെ ഏകദേശം 280% വർധനവുണ്ടായി. സ്വർണ്ണവില പഴയ നിലയിലേക്ക് മടങ്ങി വരാത്തതിന് നിരവധി ഘടനാപരമായ കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം. അത് 2008 ഒരു ഡോളറിന് 40 ആയിരുന്നു. അത് ഇന്ന് 84 ഇടിഞ്ഞു എന്നതാണ് ഒരു പ്രധാന കാരണം. ഇന്ന് പ്രതിവർഷം 3 മുതൽ 4% കൂടുതൽ ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെക്കുറെ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനാൽ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഓരോ ഇടിവും ആഭ്യന്തര വില വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണമായി മാറി. രണ്ടാമതായി പറയുന്നത് ആഗോള സ്വർണ്ണ ലഭ്യത കുറയുകയാണ്. ഒരു പതിറ്റാണ്ടായി വാർഷിക ഖനന ഉൽപാദനം 3000 മുതൽ 3300 ടണ്ണായി സ്തംഭിച്ചിരിക്കുകയാണ്. എന്നാൽ 2024 ആകെ ആവശ്യം 4700 ടൺ കടന്നു. കഴിഞ്ഞ വർഷം സെൻട്രൽ ബാങ്കുകൾ മാത്രം 1037 ടൺ സ്വർണമാണ് വാങ്ങിക്കൂട്ടിയത്. 2008 മുതൽ ഇന്ത്യൻ പണപ്പെരുപ്പ് രൂപയുടെ വാങ്ങൽ ശേഷി 180% കുറച്ചിട്ടുണ്ട്. 2008 കണക്കിലേക്ക് പോകുമ്പോൾ 25,000 ഇത് യഥാർത്ഥത്തിൽ 75,000 കൂടുതൽ മൂല്യമുണ്ട്. എന്നിരുന്നാലും സ്വർണം ഒരു കറൻസിയായും പ്രതിസന്ധി നേരിടാനുള്ള ആസ്തിയായും സാംസ്കാരിക സമ്പത്ത് സൂക്ഷിക്കാനുള്ള ഒരു ഉപാധിയായും കണക്കാക്കപ്പെടുന്നതിനാൽ പണപ്പെരുപ്പത്തേക്കാൾ വേഗത്തിൽ വില വർദ്ധിക്കുന്നുണ്ട്. അവസാനമായി കേരളവും ആ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ട്രാക്കിലേക്ക് മാറുകയാണ്. NRI നിക്ഷേപങ്ങൾ പ്രതിവർഷം 2.2 ലക്ഷം കോടി കടന്നിരിക്കുന്നു. വിവാഹങ്ങൾ മുമ്പത്തേക്കാൾ ആഡംബരപൂർണമായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ സംസ്ഥാനത്തെ കുടുംബാംഗങ്ങളുടെ കൈവശം ഏകദേശം 25,000 മുതൽ 28,000 ടൺ സ്വർണ്ണശേഖരം ഉണ്ട് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന കണക്കുകൾ. ഈ ശേഖരണ സ്വഭാവം പ്രാദേശിക ആവശ്യം കുറയാതെ നിലനിർത്തുന്നുണ്ട്. ഇതും വില ഉയരത്തിൽ തന്നെ തുടരാൻ കാരണമാകുമെന്ന് ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട്. കൂടാതെ 10 മുതൽ 20% വരെയുള്ള ചെറിയ തിരുത്തലുകൾ ഇനിയും സാധ്യമാണ്. എന്നാൽ ഒരു പവൻ സ്വർണം 25,000 തിരികെ എത്താൻ 75% ഇടിവ് ആവശ്യമാണ്. ഇതിന് ആഗോള സാമ്പത്തിക മാന്ദ്യം, രൂപയുടെ മൂല്യം ഒരു ഡോളറിന് 30 താഴെയാകുക, ഭൂമിശാസ്ത്രപരമായ അപകട സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് തുടങ്ങിയ ഘടകങ്ങൾ ഒരുമിച്ചുണ്ടാകണം. ഈ സംഭവങ്ങൾ കേരളം സ്വർണം ഉപേക്ഷിക്കുന്നതിനേക്കാൾ സാധ്യത കുറവാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ചുരുക്കത്തിൽ ഒരു പവൻ സ്വർണത്തിന് 25,000 എന്നത് 30 സിനിമാ ടിക്കറ്റുകളുടെയും 40 പെട്രോൾ പോലെ ഓർമ്മകളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.